ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. നമ്മൾ ഇവിടെ വായിച്ചത് അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 1-ാം അധ്യായം അതിൻ്റെ 2-3 വാക്യങ്ങളാണ്. അവൻ കഷ്ടം അനുഭവിച്ച ശേഷം 40 നാളോളം അവർക്ക് പ്രത്യക്ഷനായി ദൈവരാജ്യം സംബന്ധിച്ച കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് താൻ ജീവിച്ചിരിക്കുന്നു എന്ന് അനേകം ദൃഷ്ടാന്തങ്ങളാൽ അവർക്ക് കാണിച്ചു കൊടുത്തു. ഇവിടെ ലൂക്കോസ് അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം എഴുതുമ്പോൾ അവിടെ പറഞ്ഞിരിക്കുകയാണ്, വാഴ്ത്തപ്പെട്ടവനായ കർത്താവ് കഷ്ടമനുഭവിച്ചു, മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റവനായ കർത്താവ് തൻ്റെ ശിഷ്യന്മാർക്ക് പ്രത്യക്ഷനായിട്ട് താൻ ജീവിച്ചിരിക്കുന്നു എന്ന് അവർക്ക് അനേക ദൃഷ്ടാന്തങ്ങളാൽ കാണിച്ചു കൊടുക്കുവാൻ ഇടയായിത്തീർന്നു. പ്രിയ ദൈവത്തിൻ്റെ ജനമേ, ഉയർത്തെഴുന്നേറ്റ ക്രിസ്തു എത്ര ദിവസം ഭൂമിയിലുണ്ടായിരുന്നു എന്നതിൻ്റെ വ്യക്തമായ തെളിവാണ് ഈ 2-ാം വാക്യത്തിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. അവിടെ പറയുന്നു, അവൻ കഷ്ടമനുഭവിച്ച ശേഷം 40 നാളോളം അവർക്ക് പ്രത്യക്ഷനായി. യേശു കർത്താവ് ശിഷ്യന്മാരായിരുന്ന ഇടങ്ങളിലൊക്കെ കർത്താവ് അവർക്ക് പ്രത്യക്ഷനായിട്ട് താൻ ജീവിച്ചിരിക്കുന്നു, താൻ മരിച്ചവനായിരുന്നു, ഉയർത്തെഴുന്നേറ്റു, ഇന്നും ജീവിക്കുന്നു എന്ന് അവർക്ക് വെളിപ്പെടുത്തി കൊടുത്തു. അവർക്ക് ദൃഷ്ടാന്തങ്ങളാൽ കാണിച്ചു കൊടുത്തു. കർത്താവ് അവരുടെ നടുവിൽ ഇറങ്ങി വന്നിട്ട് നിങ്ങൾക്ക് സമാധാനമെന്ന് പറഞ്ഞ് അവരെ ധൈര്യപ്പെടുത്തി, അവരെ ബലപ്പെടുത്തി. പ്രിയ ദൈവത്തിൻ്റെ ജനമേ, യഹൂദന്മാരെ പേടിച്ചിട്ട് ശിഷ്യന്മാർ അവർ അടച്ചിരുന്ന റൂമിൽ അവർ ഭയപ്പെട്ടിരുന്നപ്പോൾ അവരുടെ നടുവിൽ ഇറങ്ങി വന്നിട്ട് നിങ്ങൾക്ക് സമാധാനമെന്ന് പറഞ്ഞ് അവരെ ഉറപ്പിക്കുന്ന, അവരെ ധൈര്യപ്പെടുത്തുന്ന, അവർ മുന്നോട്ട് ചെയ്യേണ്ട കാര്യങ്ങളെ പറഞ്ഞു കൊടുക്കുന്ന ഒരു കർത്താവിനെയാണ് നമുക്കിവിടെയെല്ലാം കാണുവാനായിട്ട് കഴിയുന്നത്. അവരോട് പറഞ്ഞത് ഇങ്ങനെയാണ്, ദൈവരാജ്യം സംബന്ധിച്ച കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് താൻ ജീവിച്ചിരിക്കുന്നു എന്ന് അനേകം ദൃഷ്ടാന്തങ്ങളാൽ അവർക്ക് കാണിച്ചു കൊടുത്തു. 4-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ പറയുകയാണ്, അങ്ങനെ അവൻ അവരുമായി കൂടിയിരിക്കുമ്പോൾ അവരോട്, നിങ്ങൾ യെരൂശലേമിൽ നിന്ന് വാങ്ങിപ്പോകാതെ എന്നോട് കേട്ട പിതാവിൻ്റെ വാഗ്ദത്തത്തിനായി കാത്തിരിക്കണം. കാത്തിരുന്ന ഒരു കൂട്ടം ശിഷ്യന്മാരുടെ മേൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വാഗ്ദത്തപ്രകാരം യേശു കർത്താവ് പോകുന്നതിന് മുമ്പേ വാഗ്ദത്തം ചെയ്തതുപോലെ ഇറങ്ങി വരുവാനായിട്ട് ഇടയായി തീർന്നു. പ്രിയ ദൈവത്തിൻ്റെ ജനമേ, യേശു കർത്താവ് ഈ ലോകത്തിലേക്ക് ഇറങ്ങി വന്നത് നമുക്ക് വേണ്ടിയാണ്, നമ്മെ രക്ഷിക്കുവാൻ, നമുക്ക് വേണ്ടി, നമുക്ക് സ്വർഗരാജ്യത്തിൽ അവകാശം തരുവാൻ വേണ്ടി പാപികളായ മനുഷ്യരെ പാപത്തിൻ്റെ അധീനതയിൽ നിന്ന് വിടുവിച്ച് കർത്താവ് ഹല്ലേലൂയ തൻ്റെ നിത്യരാജ്യത്തിന് അവകാശികളാക്കി തീർക്കുവാൻ വേണ്ടി ഹല്ലേലൂയ സ്വർഗലോകത്തിലായിരുന്ന യേശു കർത്താവ് പിതാവിനോട് കൂടെയായിരുന്നവൻ സ്വർഗീയ മഹിമകളെ വെടിഞ്ഞിട്ട് ഈ താണലോകത്തിലേക്ക് ഇറങ്ങി വന്ന് നമ്മിൽ ഒരുത്തനെ പോലെ ജീവിച്ച് നമ്മിൽ ഒരുവനെ പോലെ സകല കഷ്ടങ്ങളിലൂടെയും കടന്നുപോയി നമുക്ക് വേണ്ടി മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ കർത്താവ് അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 1-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ തൻ്റെ ശിഷ്യഗണത്തിന് പ്രത്യക്ഷനായി ദൈവരാജ്യം സംബന്ധിച്ച കാര്യങ്ങളെ അവർക്ക് പറഞ്ഞു കൊടുത്തു. അവരോട് പറഞ്ഞു, നിങ്ങൾ യെരൂശലേമിൽ നിന്ന് വാങ്ങിപ്പോകരുത്, ഞാൻ പറഞ്ഞ കാര്യം നിങ്ങൾ അനുസരിക്കണം. ഞാൻ മരിക്കുന്നതിന് മുമ്പേ, ഞാൻ ഈ ലോകത്തിലായിരുന്നപ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞു, ഞാൻ പോകുന്നത് നിങ്ങൾക്ക് പ്രയോജനം. ഞാൻ പോയാൽ കാര്യസ്ഥനെ നിങ്ങളുടെ അടുക്കൽ അയക്കും, അവൻ നിങ്ങളോട് കൂടെയിരിക്കും, നിങ്ങളെ ധൈര്യപ്പെടുത്തും. ഈ ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട് എങ്കിലും ധൈര്യപ്പെടുവിൻ, ഞാൻ ലോകത്തെ ജയിച്ച കർത്താവാണെന്ന് അവർക്ക് പറഞ്ഞു കൊടുത്ത ആ യേശു കർത്താവ് താൻ മരിച്ചടക്കപ്പെട്ട് കഴിഞ്ഞപ്പോൾ ഉയർത്തെഴുന്നേറ്റിട്ട് തൻ്റെ ശിഷ്യഗണത്തിൻ്റെ അടുക്കൽ പിന്നെയും കടന്നു വന്നിട്ട് താൻ ജീവിച്ചിരിക്കുന്നു, താൻ മരിച്ചവനായിരുന്നു, എന്നാൽ ഇനി എന്നേക്കും ജീവിച്ചിരിക്കുന്നു എന്ന്
പറഞ്ഞുകൊടുത്ത് ദൃഷ്ടാന്തങ്ങളാൽ അവർക്ക് കാണിച്ചു കൊടുക്കുന്ന ഒരു യേശുവിനെയാണ് നമുക്കിവിടെ കാണുവാനായിട്ട് കഴിയുന്നത്. യേശു കർത്താവ് അവരോട് പറയാണ്, യോഹന്നാൻ വെള്ളം കൊണ്ട് സ്നാനം കഴിപ്പിച്ചു, നിങ്ങൾക്കോ ഇനി ഏറിയ നാൾ കഴിയും മുമ്പേ പരിശുദ്ധാത്മാവ് കൊണ്ട് സ്നാനം ലഭിക്കും എന്ന് പറഞ്ഞു. ആ പറഞ്ഞതനുസരിച്ച് ശിഷ്യന്മാരവിടെ കൂടിയിരുന്നപ്പോൾ 2-ാം അധ്യായത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ 2-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങളിൽ പറയുന്നു, പെന്തക്കോസ്ത് നാൾ വന്നപ്പോൾ എല്ലാവരും ഒരു സ്ഥലത്ത് ഒന്നിച്ചുകൂടിയിരുന്നു. പെട്ടെന്ന് കൊടിയ കാറ്റടിക്കുന്നത് പോലെ ആകാശത്തു നിന്നൊരു മുഴക്കമുണ്ടായി. അവർ ഇരുന്നിരുന്ന വീട് മുഴുവനും നിറച്ചു. അഗ്നിജ്വാല പോലെ പിളർന്നിരിക്കുന്ന നാവുകൾ അവർക്ക് പ്രത്യക്ഷമായി. അവരിൽ ഓരോരുത്തൻ്റെ മേൽ പതിഞ്ഞു. എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി. ആത്മാവ് അവർക്ക് ഉച്ചരിപ്പാൻ നൽകിയതുപോലെ അന്യഭാഷകളിൽ സംസാരിച്ചു തുടങ്ങി. പ്രിയ ദൈവത്തിൻ്റെ ജനമേ, ഉയർത്തെഴുന്നേറ്റവനായ കർത്താവ് തൻ്റെ ശിഷ്യഗണത്തിന് താൻ ദൃഷ്ടാന്തങ്ങളാൽ ജീവിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് അവരോട് പറഞ്ഞു, നിങ്ങൾ യെരൂശലേമിൽ നിന്ന് വാങ്ങിപ്പോകാതെ എന്നോട് കേട്ട പിതാവിൻ്റെ വാഗ്ദത്തത്തിനായി കാത്തിരിക്കണം. ആ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾക്ക് ശക്തി ലഭിക്കും. നിങ്ങൾ ആ ശക്തിയുമായി ആമേൻ ആ പരിശുദ്ധാത്മാവിൻ്റെ കൃപ ഏറ്റെടുത്ത് യെരൂശലേമിലും യഹൂദ്യയിൽ എല്ലായിടത്തും ശമര്യയിലും ഭൂമിയുടെ അറ്റത്തോളം എൻ്റെ സാക്ഷികൾ ആകുമെന്ന് അവരോട് പറഞ്ഞു. ആ കർത്താവ് പറഞ്ഞ വാഗ്ദത്തത്തിന് വേണ്ടി അവർ കാത്തിരിക്കുവാനിടയായി തീർന്നു. പ്രിയ ദൈവത്തിൻ്റെ ജനമേ, ഈ കാലത്തും പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയില്ലാതെ, പരിശുദ്ധാത്മാവിൻ്റെ കൃപയില്ലാതെ ആമേൻ ഹാലേലൂയ നമുക്ക് ഈ ലോകത്തിൽ ജീവിക്കുവാൻ സാധ്യമല്ല. നമുക്ക് ഈ ലോകത്തിലെ കഷ്ടങ്ങളെ തരണം ചെയ്യണമെങ്കിൽ, കഷ്ടത്തിൽ നാം പതറിപ്പോകാതെ നിൽക്കണമെങ്കിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ കൃപ നമുക്ക് കൂടിയേ തീരുകയുള്ളൂ. ആ പരിശുദ്ധാത്മാവിൻ്റെ കൃപയില്ലാതെ ഈ ലോകത്തിൽ നമുക്ക് ജീവിക്കുവാൻ സാധ്യമല്ല. അപ്പോസ്തലനായ പൗലോസ് എഫേസ്യ ലേഖനം എഴുതുമ്പോൾ പറയുകയാണ്, അവിടെ ഇങ്ങനെയാണ് നാം വായിക്കുന്നത്. എഫേസ്യ ലേഖനം 6-ാം അധ്യായം അതിൻ്റെ 10 മുതലുള്ള വാക്യങ്ങളിൽ പറയുന്നു, ഒടുവിൽ കർത്താവിലും അവൻ്റെ അമിത ബലത്തിലും ശക്തിപ്പെടുവീൻ. പിശാചിൻ്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽപ്പാൻ കഴിയേണ്ടതിന് ദൈവത്തിൻ്റെ സർവായുധവർഗം ധരിച്ചുകൊള്ളുവീൻ. പ്രിയ ദൈവത്തിൻ്റെ ജനമേ, ഈ ലോകത്തിൽ നമുക്ക് കഷ്ടമുണ്ട്. ഈ ലോകത്തിൽ ശത്രു നമ്മോട് എതിർത്ത് നിൽക്കും. എന്നാൽ ആ ശത്രുവിൻ്റെ തന്ത്രങ്ങളെ ജയിക്കണമെങ്കിൽ കർത്താവിൻ്റെ സർവായുധ വർഗം നാം ധരിക്കുവാനിടയായിത്തീരണം. നാം പ്രാർത്ഥിക്കുന്നവരായിത്തീരണം. നാം ഉപവസിക്കുന്നവരായിത്തീരണം. ദൈവ കൃപയിൽ നാം മുതിർന്നു വരുന്നവരായിത്തീരണം. ഇവിടെ നമുക്ക് സർവായുധ വർഗങ്ങളെക്കുറിച്ച് കാണുവാനായിട്ട് കഴിയുന്നു. യേശു കർത്താവ് അത് തന്നെയാണ് തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞത്. നിങ്ങൾ യെരൂശലേമിൽ നിന്നും വാങ്ങിപ്പോകാതെ എന്നോട് കേട്ട പിതാവിൻ്റെ വാഗ്ദത്തത്തിനായി നിങ്ങൾ കാത്തിരിക്കണം. കാത്തിരുന്നെങ്കിൽ മാത്രമേ ആ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി നമുക്ക് പ്രാപിച്ചെടുക്കുവാൻ കഴിയത്തുള്ളൂ. ഈ ലോകത്തിൽ നമുക്ക് കഷ്ടമുണ്ട്. ഈ ലോകത്തിൽ നമുക്ക് നിന്ദകളുണ്ട്, പ്രതികൂലങ്ങളുണ്ട്, പ്രതിസന്ധികളുണ്ട്. എന്നാൽ ഉയർത്തെഴുന്നേറ്റ കർത്താവ് അവരോട് പറഞ്ഞത്, തൻ്റെ ശിഷ്യഗണത്തോട് പറഞ്ഞത്, നിങ്ങൾ യെരൂശലേമിൽ നിന്ന് വാങ്ങിപ്പോകരുത്. ആ ശക്തിക്ക് വേണ്ടി നിങ്ങൾ കാത്തിരിക്കണം. നിങ്ങൾ എൻ്റെ സാക്ഷികളായി തീരണം. മത്തായി എഴുതിയ സുവിശേഷം 28-ാം അധ്യായം അതിൻ്റെ 19-20 വാക്യങ്ങളിൽ പറയുന്നത് ഇങ്ങനെയാണ്. ഉയർത്തെഴുന്നേറ്റവനായ കർത്താവ് അവരുടെ അടുത്ത് ചെന്നിട്ട് അവരോട് പറയാണ്, സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിച്ചും ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചും കൊണ്ട് സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളുവീൻ. ഞാനോ ലോകാവസാന
അവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെയുണ്ട് എന്ന് അരുളി ചെയ്തു. ലോക അവസാനത്തോളം നമ്മുടെ അന്ത്യശ്വാസത്തോളം ആ കർത്താവ് നമ്മുടെ കൂടെയുണ്ടെന്ന് നമുക്ക് വാഗ്ദത്തം ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഈ ലോകത്തിൽ കഷ്ടം വന്നാലും, ഈ ലോകത്തിൽ നിന്ന വന്നാലും, ഈ ലോകത്തിൽ പ്രതിസന്ധി വന്നാലും നാം നോക്കേണ്ടത് ആ കർത്താവിൻ്റെ പൊന്നുമുഖത്തേക്കാണ്. അവൻ്റെ വാഗ്ദത്തങ്ങളിലെ നാം മുറുകെ പിടിക്കുവാൻ ഇടയായിത്തീരണം. ഇവിടെ വാഗ്ദത്തങ്ങളെ മുറുകെ പിടിച്ച ആ ശിഷ്യന്മാരുടെ മധ്യത്തിലേക്ക് കർത്താവ് ഇറങ്ങി വന്നു. അവർക്ക് വേണ്ടി പ്രവർത്തിച്ചു. അവരിലൂടെ അത്ഭുത പ്രവൃത്തികൾ നടക്കുവാൻ ഇടയായിത്തീർന്നു. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം നാം പഠിക്കുമ്പോൾ പൗലോസ് അപ്പോസ്തലനിലൂടെ, പത്രോസ് അപ്പോസ്തലനിലൂടെ, ശിഷ്യന്മാരിലൂടെ പരിശുദ്ധാത്മാവ് ചെയ്ത അത്ഭുത പ്രവൃത്തികളെക്കുറിച്ചാണ് അവിടെ എഴുതിയിരിക്കുന്നത്. ആ അത്ഭുത പ്രവൃത്തികൾ നടക്കുവാൻ കാരണം എന്താണ്? അവർ കാത്തിരുന്ന് പ്രാപിച്ച ശക്തി കൊണ്ടാണ്. അവർക്ക് ആ കഷ്ടങ്ങളെ ജയിക്കുവാനും ആ നിന്ദകളെ അതിജീവിക്കുവാനും കർത്താവിന് വേണ്ടി അധികം പ്രയോജനപ്പെടുവാനും ഇടയായി തീർന്നത്. കഷ്ടം സഹിച്ചവനായ കർത്താവ് ആ കഷ്ടം സഹിച്ചിട്ട് നമുക്ക് വേണ്ടി ഉയർത്തെഴുന്നേറ്റു. ആ കർത്താവ് സ്വർഗത്തിലേക്ക് കരേറിപ്പോയി. ആ കർത്താവ് വീണ്ടും വരും. അവൻ വീണ്ടും വരുമ്പോൾ നമ്മൾ അവൻ്റെ കൂടെ പോകണമെങ്കിൽ, അവനോടുകൂടെ നാം എടുക്കപ്പെടണമെങ്കിൽ ആ കർത്താവ് പറഞ്ഞ കൽപ്പനകൾ നാം പ്രാപിച്ചെടുക്കണം. ആ കർത്താവ് പറഞ്ഞ കൽപ്പനകൾ നാം ചെയ്യുവാനിടയായിത്തീരണം. കർത്താവ് നമ്മളോട് പറഞ്ഞതെന്താണ്? ഭൂമിയുടെ അറ്റത്തോളം നിങ്ങൾ എൻ്റെ സാക്ഷികളാകണം. യഹൂദ്യയിലും യെരുശലേമിലും മാത്രമല്ല, ശമര്യയിലും മാത്രമല്ല, ഭൂമിയുടെ അറ്റത്തോളം എൻ്റെ സാക്ഷികളാകുമെന്ന് കർത്താവ് അവരോട് പറഞ്ഞെങ്കിൽ ആ സാക്ഷ്യം വഹിക്കണമെങ്കിൽ നാം പുറപ്പെടുവാനിടയായിത്തീരണം. നാം ഇരിക്കുവാനുള്ളവരല്ല, ഇരുന്ന് ശക്തി പ്രാപിച്ചിട്ട് നാം എഴുന്നേറ്റ് പോകുവാൻ ഇടയായിത്തീരണം. ഇവിടെ കർത്താവ് പറഞ്ഞതുപോലെ അനുസരിച്ച ശിഷ്യന്മാരുടെ മേൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വന്നു. അവർ അന്യഭാഷകളിൽ സംസാരിച്ചു തുടങ്ങി. അങ്ങനെ ആ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചെടുത്ത പത്രോസ് ആദ്യമായിട്ട് പ്രസംഗിക്കുമ്പോൾ അവിടെ അനേകർ യേശു കർത്താവിനെ സ്വീകരിക്കുവാൻ ഇടയായി തീർന്നു. അവിടെ നാം വായിക്കുന്നത് ഇങ്ങനെയാണ്. 2-ാം അധ്യായം 38-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ, യേശു കർത്താവിനെക്കുറിച്ച് പറഞ്ഞ പത്രോസിൻ്റെ പ്രസംഗം കേട്ടപ്പോൾ അവിടെ കൂടി വന്ന ജനം ചോദിക്കുകയാണ്, ഞങ്ങൾ എന്തു ചെയ്യേണ്ടു എന്ന് ചോദിച്ചപ്പോൾ പത്രോസ് പറയുന്നു, നിങ്ങൾ മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി ഓരോരുത്തൻ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നാനമേൽപ്പിൻ, എന്നാൽ പരിശുദ്ധാത്മാവെന്ന ദാനം ലഭിക്കും. അങ്ങനെ അവർ അനുസരിച്ചപ്പോൾ അന്ന് 3000-ഓളം പേർ അവരോട് ചേർന്നു. കർത്താവിൻ്റെ ഹാലിലെ സഭയോട് ചേരുവാൻ ഇടയായി തീർന്നു. അവിടെ പറയുന്നു, അവർ അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ടും കൂട്ടായ്മ ആചരിച്ചും അപ്പം നുറുക്കിയും പ്രാർത്ഥന കഴിച്ചും പോന്നു. പ്രിയ ദൈവത്തിൻ്റെ ജനമേ, ദൈവം നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന ശുശ്രൂഷ നാം ചെയ്യുമ്പോൾ അനേകർ ക്രിസ്തുവിന് വേണ്ടി വരുവാൻ, സഭയോട് ചേരുവാൻ ഇടയായിത്തീരും. നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം നമുക്ക് നിറവേറ്റാം. ആ കർത്താവിന് വേണ്ടി നമുക്ക് പോകാം. കർത്താവിൻ്റെ കൽപ്പന നമുക്ക് അനുസരിക്കാം. ആ കർത്താവ് ജീവിക്കുന്നുവെന്ന് അനേകരോട് പറയാം. അവൻ്റെ വരവ് ഏറ്റവും അടുത്തുവെന്ന് അനേകരോട് വിളിച്ചു പറയുവാൻ തക്കവണ്ണം കർത്താവ് നമ്മെ എല്ലാവരെയും സഹായിക്കട്ടെ. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. നമുക്കൊരു വാക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ ദൈവമേ, സ്വർഗീയനായ നല്ല പിതാവേ, കേൾപ്പിച്ച അനുഗ്രഹിക്കപ്പെട്ട വചനത്തിനായി സ്തോത്രം. ഈ വചനം കേൾക്കുന്ന മക്കളെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനയും യാചനയും കേട്ടതിനാൽ സ്തോത്രം. സകല യേശുപ്പച്ചൻ്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലെസ് യു ഓൾ.